നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അത്യാധുനിക സംവിധാനങ്ങൾ, ഏറ്റവും മികച്ച രീതിയിലുള്ള മിസൈലുകൾ ഭൂഗർഭ അറകളിൽ നിന്നും ഇറാൻ തൊടുത്തുവിടുന്നു. 4000 കിലോമീറ്ററിലേറെ ദൂരപരിധിയുള്ള റേഞ്ചുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നു. നോക്കൂ, ഇറാൻ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ വിപ്ലവം വ്യോമപാതയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അമേരിക്കയുടെ പെൻറ്റഗണിന് പോലും കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മൊസാദിന് തകർച്ച സംഭവിച്ചിരിക്കുന്നു. അമേരിക്കൻ ഇൻ്റലിജൻസ് വിങ്ങിന് വലിയ രീതിയിലുള്ള കണക്കുകൾ പിഴച്ചിരിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത് അവർ ഏറ്റുപറയേണ്ടി വരുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം IRGC ഏത് വിധേനയും ഏതൊക്കെ രീതിയിലാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഒരുപോലെ കൂടുതൽ അവരെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുക, അതെല്ലാം ചെയ്തു വെക്കുന്നുണ്ട്. ഇറാനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് റഷ്യ തന്നെയാണ് എങ്കിൽ പോലും ഇറാന് സ്വതസിദ്ധമായി ആർജിച്ചെടുത്ത ഒരു കരുത്തുണ്ട്, ഒരു ശക്തിയുണ്ട്. മറ്റ് രാജ്യങ്ങളെ അധികം ആശ്രയിക്കാതെ തന്നെ ഇറാൻ എടുത്തു വരുന്ന ഒരു ശക്തമായിട്ടുള്ള നടപടിയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കുകയാണെങ്കിൽ, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തകരുകയാണെങ്കിൽ, തകിടം മറിയുകയാണെങ്കിൽ, അവരാൽ ലോകരാജ്യങ്ങൾക്ക് എന്തെല്ലാം നാശനഷ്ടം വിതയ്ക്കാം, അതാണ് അവർ കൃത്യമായി റിസർച്ച് ചെയ്യുന്നത്. അവിടെ കൃത്യമായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ വരിഞ്ഞു മുറുകി, നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാചകവാതക ദൗർലഭ്യം നമ്മുടെ നാട്ടിൽ അനുഭവിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. ഇറാൻ വിചാരിച്ചപ്പോൾ ഊർജ മേഖലയിൽ പല സമ്മർദ്ദ തന്ത്രങ്ങളും അവർക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വിജയം തന്നെയാണ്. ഹോർമൂസ് കടലിടുക്കിൽ 4000-ഓളം കപ്പലുകളെ അവർ കടത്തിവിടാതെ അവരവിടെ കൃത്യമായി ടോൾ പിരിവ് വരെ തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇറാൻ ഇനി അങ്ങനെ പണം സമ്പാദിച്ചാൽ പോലും അതിനെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഇറാന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുമ്പിൽ അമേരിക്ക മെരുങ്ങുകയോ അതല്ലെങ്കിൽ അമേരിക്ക ഉപാധികൾ അംഗീകരിക്കുകയോ ചെയ്യാത്ത പക്ഷം ഇറാൻ ഈ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകും എന്ന് ഭരണകൂടം വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾക്കൊരു ഭരണമാറ്റമാണ് ഇറാനിൽ ആവശ്യമെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമല്ല, അത് നടത്താൻ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രയേലിനും ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ പഴിക്കുകയും അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് വൈകാതെ കാണേണ്ടി വരും. അതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആരാണ് ചുരുണ്ടുകൂടിയത്? ഡൊണാൾഡ് ട്രംപും ട്രംപിൻ്റെ കിങ്കരന്മാരും വാസ്തവത്തിൽ ആകെ പേടിച്ച് പൊത്തിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ബങ്കറിലും മറ്റും ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ്.